ഹായ്, എല്ലാവർക്കും പെറ്റൽസ് ഓഫ് ലൈഫ് എന്ന ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതീക്ഷിക്കാതെ തുടങ്ങുന്ന ഓരോ യാത്രയും മനസ്സിൻ്റെ അഗാധ തലങ്ങളെ സമാധാനത്തിൻ്റെയും കുളിർമയുടെയും ഊഷ്മളമായ അവസ്ഥകളിലേക്ക് നയിക്കും. ഞാനിന്ന് റാന്നി കാഞ്ഞിരപ്പള്ളി മലയോര ഹൈവേയിലൂടെ സഞ്ചരിക്കുകയാണ്. പ്ലാപ്പള്ളി ജംഗ്ഷനാണിത്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് എരുമേലി ഭാഗത്തേക്ക് പോകുന്നു. ഞാനിപ്പോൾ പൊന്തൻപുഴ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. വനത്തിനുള്ളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നമുക്ക് ഒരു AC-ക്ക് തരാൻ പറ്റാത്തത്ര കൂളിംഗ് ഈ വനത്തിന് തരാൻ പറ്റുന്നുണ്ട്. നല്ല സൂപ്പർ കൂളിംഗ് ആണ്. ഒരു സൺലൈറ്റ് ഉള്ളൊരു പ്രഭാതമാണ്. ആ വെയിലിൻ്റെ ചൂടൊന്നും ഇവിടെ എനിക്ക് അറിയാനേ പറ്റുന്നില്ല. നല്ല കൂളിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷേ ഒരു സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് നോക്കി, ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ധാരാളം ചപ്പ് ചവറുകൾ ചാക്കിൽ കെട്ടി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. അതിമനോഹരമായൊരു വഴിയാണ്. മുക്കട മുതൽ കുറച്ച് ദൂരം ഈ പൊന്തൻപുഴ വനമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വനപ്രദേശമാണ് പൊന്തൻപുഴ വനം. എന്താ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാം. തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. തേക്കൊക്കെ ഉണ്ട് ധാരാളം. ഇത് മുക്കട ജംഗ്ഷനാണ്. ഇവിടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ആരംഭിക്കുകയാണ്. ഈ ചെറിയ ഇടവഴിയിലൂടെയാണ് എനിക്ക് സഞ്ചരിക്കേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലാണ്. വിജനമായ വഴിയാണ്. ഇടയ്ക്കിടെ ചെറുവാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലായങ്ങൾ കാണുന്നുണ്ട്. എങ്ങോട്ടേക്കാണെന്നുള്ളത് ഒരു സസ്പെൻസ് ആണ്. ലക്ഷ്യത്തിനടുത്ത് എത്താറായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കിടിലം വൈബുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. നിങ്ങളെ ഞാൻ കാണിക്കാം. പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എരുമേലിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഒരു വെള്ളച്ചാട്ടം കൂടാണ്. അതിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പുറയിൽ കാണുന്നതാണ് തോടും ആ അമ്പലവും. കുറച്ച് ആൾക്കാരൊക്കെ സന്ദർശകരായിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, അതിമനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണ്. ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്, താഴോട്ട് ഇറങ്ങുകയാണ്. 10 മണി വരെയുള്ള അമ്പലം. അതിമനോഹരമായ ഒരു കിടിലൻ വൈബ് തന്നെയാണ്. എൻ്റെ പുറകിൽ നോക്കൂ, വെള്ളച്ചാട്ടം ഒഴുകി വരുന്നതിൻ്റെ നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് പോകാം. ചെറുവള്ളി എസ്റ്റേറ്റ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഏറെ നാളായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരിടം. അവിടേക്കുള്ള വിളി വന്നത് ഇന്നാണ്. കോട്ടയം ജില്ലയിലെ എരുമേലിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ഈ അപൂർവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത ഇവിടെ പ്രതിഷ്ഠയില്ല എന്നുള്ളതാണ്. കാടിനുള്ളിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിനു നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
പണ്ട് വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ കുത്തിയ 5 കുഴികളാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. അതിനാൽ ഇവിടം 5 കുഴി എന്നറിയപ്പെടുന്നു. 5 അരുവികൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലമായതിനാൽ ഇവിടം പഞ്ചതീർത്ഥ സ്ഥാനമെന്നും അറിയപ്പെടുന്നു. സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. ഈ വെള്ളച്ചാട്ടത്തെ 5 കുഴി വെള്ളച്ചാട്ടമെന്നും അറിയപ്പെടുന്നു. തെക്കുനിന്നും വടക്കോട്ടൊഴുകുന്ന ഈ ചെറുനദിക്ക് കുറുകെ പാലം കെട്ടി പടിഞ്ഞാറോട്ടുള്ള ക്ഷേത്ര ദർശനം ഏതൊരു ഭക്തന്റെയും മനസ്സിന് ശാന്തി നൽകുന്നു. പഞ്ചപാണ്ഡവരെ വനവാസകാലത്ത് സംരക്ഷിച്ചു പോന്ന ആദിപരാശക്തി കുടികൊള്ളുന്ന ഈ മനോഹര കാനന ക്ഷേത്രം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കുക. ഞാൻ തിരിച്ച് പടവുകൾ കയറുകയാണ്. ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്തു. ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ശബ്ദവും ആ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറും പ്രകൃതി എല്ലാം കൂടെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. മനസ്സിന് നല്ലൊരു ശാന്തത നൽകുന്ന ഒരു അന്തരീക്ഷം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. കണ്ണിന് കുളിർമ, മനസ്സിന് സുഖം, കാലിന് തണുപ്പം സമ്മാനിച്ച 5 കുഴി തീർത്ഥസ്ഥാനം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. വരാൻ സാധിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യം നിശ്ചയമായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. മഴക്കാലത്ത് വരിക, അപ്പോഴാണ് നന്നായിട്ട് വെള്ളം ഉണ്ടാവുക. ഈ വെള്ളത്തിൻ്റെ കളകളാരവം ഭയങ്കര ആസ്വാദ്യകരം തന്നെയാണ്. അപകടമൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലം കൂടെയാണ്. കാരണം വലിയ ആഴമൊന്നുമില്ല. നല്ലൊരു കാട്ടരുവിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇടയിൽ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് കാണുന്നതിൻ്റെ ഇടത്തോട്ടുള്ള വഴിയിലൂടെ ചെറുവള്ളി എസ്റ്റേറ്റിൽ കൂടെ കയറി ഒരു 2-3 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും എല്ലാവരും ഈ അതിമനോഹരമായ സ്ഥലത്ത് എത്തിച്ചേരുക, സമാധാനം കണ്ടെത്തുക, പ്രകൃതിയെ ആസ്വദിക്കുക, ദൈവത്തെ വണങ്ങുക. വീണ്ടും അടുത്ത വ്ളോഗിൽ കാണും വരേക്കും എല്ലാവർക്കും ബൈ.